പുതിയ സിലബസ് അനുസരിച്ചായിരിക്കും നീറ്റ് 2024 നടക്കുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നീറ്റ് 2023 അടിസ്ഥാനപ്പെടുത്തി തന്നെ ആയിരിക്കും. നമുക്കറിയാം അതൊരു സാമൂഹ്യ ബോധത്തിനപ്പുറത്തുള്ള കാര്യമാണ്. ഒരു നല്ല റാങ്ക് തീരുമാനിക്കുന്നത് കമ്പ്യൂട്ടർ ആയിരിക്കണം എന്ന് പറയുന്നത് സ്വാഭാവിക നീതിയല്ലല്ലോ. ഒന്നിലധികം കുട്ടികൾക്ക് 720 കിട്ടിയാൽ ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് എങ്ങനെയാണ് റാങ്ക് തീരുമാനിക്കുന്നതെന്ന് ഈ പുതിയ പ്രോസ്പെക്ടസിലും പറഞ്ഞിട്ടില്ല. ഓരോ കുട്ടിക്കും ഓരോ റിപ്പോർട്ടിംഗ് ടൈമാണ്. നമുക്കറിയാം 1:15 നമ്മൾ എക്സാം സെൻറ്ററിൻ്റെ ആ ക്ലാസ്സിൻ്റെ ആ റൂമിൽ ചെന്ന് ആ ബെഞ്ചിൽ ഇരിക്കേണ്ട സമയം. 1:30 നമ്മുടെ ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ ഒരാളെയും പ്രവേശിപ്പിക്കുകയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ പല തുണിക്കടകളിലും ചെല്ലുമ്പോൾ ആ സമയത്തൊക്കെ ചെല്ലുമ്പോൾ നീറ്റിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് തന്നെ പലപ്പോഴും ബോർഡ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കാണ് ഈ എക്സാം പ്രാധാന്യം. ഇത് NTA-ക്ക് ഇത് പരീക്ഷ നടത്തുക എന്നുള്ളത്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഏജൻസിക്കാർക്ക് ഇത് നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ആ OMR ഷീറ്റിൽ 150 ബബിളിന് മാത്രമാണ് നീറ്റ് 2024 നമ്മുടെ സാധ്യതകൾ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 86ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ ശിവൻ സാർ, തീർച്ചയായിട്ടും നീറ്റ് 2024 ഒരുക്കങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു, ഏതാണ്ട് 25 ലക്ഷത്തിൽ പരം കുട്ടികളാണ് ഓൺലൈനായിട്ട് അപേക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റുകളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 16 വരെ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് വൺ ടൈം കറക്ഷൻ വിൻഡോ ആക്റ്റീവ് ആകുന്നത്. വിദേശത്തെ എക്സാം സെൻറ്റർ അനുവദിക്കുന്നതിന് അങ്ങോട്ട് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇമേജുകൾ അപ്ലോഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ 16 ശേഷം മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പം ഏതെങ്കിലും കുട്ടികൾക്ക് ആധാർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ വാലിഡ് ID പ്രൂഫായിട്ട് ബന്ധപ്പെട്ടോ ഇതുവരും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ NTA വളരെ സമയം, അതായത് 9 തീർന്ന ആപ്ലിക്കേഷൻ 16 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റ് ഒരിക്കൽ കൂടി റിവൈസ് ചെയ്തിരിക്കുകയാണ്. അതിൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയുന്ന ആ നോട്ടിഫിക്കേഷനിൽ തന്നെ NTA നമ്മളോട് പറയുന്നു, നീറ്റ് 2023 24 തമ്മിൽ സിലബസ് പുതുക്കി പുതിയ സിലബസ് അനുസരിച്ചായിരിക്കും നീറ്റ് 2024 നടക്കുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നീറ്റ് 2023 അടിസ്ഥാനപ്പെടുത്തി തന്നെ ആയിരിക്കും. അല്ല അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നീറ്റ് 2024 ഇൻഫർമേഷൻ ബുള്ളറ്റിൻ റിവൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളത് പറഞ്ഞിരുന്നു. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചിട്ട് ഒരാൾ നീറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. ആ തെറ്റുകളെല്ലാം മാറ്റിയിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ റിവൈസ് ചെയ്തു എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സെക്ഷനിൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യണമായിരുന്നു, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമായിരുന്നു. ഈ വർഷം ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അതൊന്നും വരുത്തിയിട്ടില്ല. അപ്പം അത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കറക്റ്റ് ആക്കി. പുതിയതായിട്ടൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അത് 2023 അല്ല 2024 പുതിയത് തന്നെയാണ്. ആകപ്പാടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും 10 വിരലിൻ്റെയും ഇംപ്രഷൻ മാത്രം നീറ്റിന് അപ്ലോഡ് ചെയ്താൽ മതി. അത് ഇൻഫർമേഷൻ ബുള്ളറ്റിന് തെറ്റായിരുന്നു. അത് തിരുത്തി എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് സ്കോർ എങ്ങനെയാണ് നീറ്റ് ക്വാളിഫൈ ചെയ്യുന്നതെന്നുള്ളത് 2024 പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം സാധാരണ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് ഈ വർഷം കൗൺസിലിംഗ് ഏകീകരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരായിരിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നു എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ അല്ല, അത് ഒഴിവാക്കിയതായിരുന്നു. ഇപ്പോൾ അത് അവർ വീണ്ടും ഇൻഫർമേഷൻ ബുള്ളറ്റിന് കൊണ്ടുവന്നു. അതായത് 25 ലക്ഷം പേരാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ 12.5 ലക്ഷം കുട്ടികൾക്ക് കിട്ടുന്ന സ്കോർ എത്രയായിരിക്കും, അതായിരിക്കും ഈ വർഷത്തെ കട്ട് ഓഫ് മാർക്ക്. ഇന്ത്യയിലോ വിദേശത്തോ MBBS പഠിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 12.5 ലക്ഷം കുട്ടികൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണോ അതായിരിക്കും എന്നുള്ളതാണ്. 2023 അത് തന്നെയാണ്, ഈ 2024 അത് തന്നെയാണ് പേഴ്സൻറ്റേജ് സ്കോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OBC PWD വിഭാഗത്തിനൊക്കെ SC/ST വിഭാഗത്തിനൊക്കെ 40% സ്കോറാണ്. മൊത്തം എഴുതുന്ന കുട്ടികളിൽ 60% കുട്ടികൾ സ്കോർ ചെയ്യുന്ന മാർക്ക് എത്രയാണോ അതായിരിക്കും റിസർവേഷൻ വിഭാഗത്തിൻ്റെ കട്ട് ഓഫ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അത് വീണ്ടും തിരിച്ച് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കൊണ്ടുവന്നു. അതോടൊപ്പം ഒരേ മാർക്ക് വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്തായിരുന്നു അവർ പുതിയതിനകത്ത് 2024. ഒരേ മാർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ബയോളജിക്ക് കൂടുതൽ കിട്ടിയ മാർക്കിനായിരിക്കണം നല്ല റാങ്ക്. ബയോളജിയും ഒരുപോലെയാണെങ്കിൽ ടോട്ടൽ മാർക്ക് ഒരുപോലെയാണ്, ബയോളജിയുടെ മാർക്ക് ഒരുപോലെയാണെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്ക് നോക്കാൻ പറഞ്ഞു, കെമിസ്ട്രിയുടെ മാർക്ക് ഒരുപോലെയാണെങ്കിൽ ഫിസിക്സിൻ്റെ മാർക്ക് നോക്കാൻ പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക്
ഒരു കമ്പ്യൂട്ടർ തന്നെ ആയിരിക്കും ഒരു ലോട്ട് എടുത്തിട്ടായിരിക്കും നല്ല റാങ്ക് തീരുമാനിക്കുന്നതെന്ന് 2024 പറയുകയും നമ്മളൊരു എപ്പിസോഡിൽ അത് കൃത്യമായിട്ട് ഒന്നും കൂടി പുനഃപരിശോധിക്കണം. നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ മാറ്റിയതല്ല, എങ്കിലും നമുക്കറിയാം അതൊരു സാമൂഹ്യ ബോധത്തിനപ്പുറത്തുള്ള കാര്യമാണ്. ഒരു നല്ല റാങ്ക് തീരുമാനിക്കുന്നത് കമ്പ്യൂട്ടർ ആയിരിക്കണം എന്ന് പറയുന്നത് സ്വാഭാവിക നീതിയല്ലല്ലോ. കാരണം ഒരു 500 മാർക്കിൻ്റെയൊക്കെ റേഞ്ചിൽ വരുമ്പോൾ 10,000 കുട്ടികളാണ് ഒരേ മാർക്കിൻ്റെ റേഞ്ചിൽ വരുന്നത്. അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ ഒരു റാങ്ക് തീരുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ പേർക്ക് സീറ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് വീണ്ടും 2023 തന്നെ പരിഷ്കരിച്ചു. അതായത് ടോട്ടൽ മാർക്ക് ഒരുപോലെ ആണെങ്കിൽ ബയോളജിയുടെ മാർക്ക്, പിന്നെ കെമിസ്ട്രിയുടെ മാർക്ക്, പിന്നെ ഫിസിക്സിൻ്റെ മാർക്ക്, പിന്നെ ടോട്ടൽ നെഗറ്റീവ് കുറവുള്ള ആൾക്ക്, പിന്നെ ബയോളജിക്ക് നെഗറ്റീവ് കുറവുള്ള ആൾക്ക്, പിന്നെ കെമിസ്ട്രിക്ക് നെഗറ്റീവ് മാർക്ക് കുറവുള്ള ആൾക്ക്, പിന്നെ ഫിസിക്സിന് നെഗറ്റീവ് മാർക്ക് കുറവുള്ള ആൾക്ക്. അതായത് ഓൾമോസ്റ്റും 719 മാർക്ക് കിട്ടുന്ന എല്ലാവരെയും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ ഒരു റാങ്ക് ഡിസൈഡ് ചെയ്യാൻ അതുകൊണ്ട് പറ്റും. പക്ഷെ അവിടെയും ഒരു പോരായ്മ വന്നു. 720 കിട്ടുന്ന കുട്ടികളുണ്ടാവും. അപ്പം ഒന്നിലധികം കുട്ടികൾക്ക് 720 കിട്ടിയാൽ ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് എങ്ങനെയാണ് റാങ്ക് തീരുമാനിക്കുന്നതെന്ന് ഈ പുതിയ പ്രോസ്പെക്ടസിലും പറഞ്ഞിട്ടില്ല. 2022 വരെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടുതൽ പ്രായമുള്ളവർക്ക് നല്ല റാങ്കിങ് കൊണ്ടുവന്നായിരുന്നു. അതിനുശേഷം ഒരു വർഷം ആപ്ലിക്കേഷൻ നമ്പർ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം അത് ഒഴിവാക്കി. അപ്പം അതിനുശേഷം കഴിഞ്ഞ വർഷം 2023 ഈ പ്രോസ്പെക്ടസ് പ്രകാരം തന്നെ ആയിരുന്നു. 720 വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അവരിൽ ഒരാൾക്ക് നല്ല റാങ്ക് കൊടുത്തു. കമ്പ്യൂട്ടർ ലോട്ട് എടുത്തിട്ട് ഒരാൾക്ക് 1A എന്നും മറ്റൊരാൾക്ക് 1B എന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പം അത് റാങ്കിന് വ്യത്യാസമില്ല. 1A 1B എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ ലോട്ട് എടുത്തായിരിക്കും ഈ ഒരേ മാർക്കാണെങ്കിൽ 720 ആണെങ്കിൽ തീരുമാനിക്കുന്നതെന്ന് മാത്രം. അങ്ങനെയുള്ള നീറ്റിൻ്റെ ഓൺലൈനായിട്ട് ഇതുവരെ അപ്ലൈ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചോളവും യാതൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരുന്ന കുറേയധികം അപാകതകൾ ഒഴിവാക്കിയിട്ട് റിവൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. റിവൈസ്ഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പ്രകാരമുള്ളത് കുട്ടികൾ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. സിലബസ് പുതുക്കി തന്നെ ആയിരിക്കും. ചാപ്റ്റർ ഒഴിവാക്കിയ ചാപ്റ്ററുകൾ അനുസരിച്ച് തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയില്ല. പുതിയ സിലബസ് അനുസരിച്ച് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കറക്ഷൻ വിൻഡോ നമ്മൾ പറഞ്ഞു. 1 ടൈം കറക്ഷൻ വിൻഡോ ആരാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിക്കുകയും ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം, എക്സാം സെൻറ്റർ, അപ്ലോഡ് ചെയ്ത ഇമേജുകൾ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവയിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ 1 ടൈം കറക്ഷൻ വിൻഡോ ഉപയോഗിക്കുക. അല്ലാതെ നീറ്റിന് അപ്ലൈ ചെയ്ത എല്ലാവരും കയറിയിട്ട് തെറ്റ് വന്നിട്ടുണ്ടോ നോക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ആപ്ലിക്കേഷൻ 3 പേജുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാകും ഇതിനകത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന്. തെറ്റുള്ളവർ മാത്രം കയറേണ്ടതാണ് 1 ടൈം കറക്ഷൻ വിൻഡോ. കാരണം അവിടെ പിന്നൊരു തെറ്റ് വന്നാൽ തിരുത്താൻ നമുക്ക് അവസരമില്ല. തെറ്റ് വന്നു എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് കുഴപ്പമുള്ളതല്ല. പക്ഷേ മെയ് 5-ാം തീയതി നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ ശ്രദ്ധയെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് കറക്ഷൻ ഉള്ളവർ മാത്രം ഉപയോഗിക്കേണ്ടതാണ് 1 ടൈം കറക്ഷൻ വിൻഡോ. അത് 17-ാം തീയതിയോടുകൂടി വരും. പിന്നെയുള്ളത് എക്സാം സെൻറ്റർ അനൗൺസ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു എന്താണ് പ്രോസസ്സ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഈ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും മുഴുവൻ കുട്ടികളുടെയും NTA പരിശോധിക്കും. അതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ, പിക്സൽ റേറ്റ് ഒക്കെ കുറവായതുകൊണ്ട് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് നമ്മളെ അറിയിക്കുകയും നമുക്ക് മാറ്റാൻ ആവശ്യത്തിന് സമയം തരികയും ചെയ്യും. അതുമാത്രമേ NTA നോക്കുകയുള്ളൂ. അല്ലാതെ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ആധാർ കറക്റ്റാണോ, ആധാറിലെ പേര് കറക്റ്റാണോ, ഇവരുടെ +2ൻ്റെ റോൾ നമ്പർ കറക്റ്റാണോ, +2ൻ്റെ മാർക്ക് കറക്റ്റാണോ, കാറ്റഗറി കറക്റ്റാണോ, ഇതൊന്നും NTA പരിശോധിക്കുന്നില്ല. അപ്ലൈ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളെയും മെയ് 5-ാം തീയതി പരീക്ഷ എഴുതാൻ അനുവദിക്കും. അതിൽ ഫോട്ടോയും സിഗ്നേച്ചറിലും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൽ തിരിച്ചറിയപ്പെടാൻ മേലാത്ത രീതിയിലാണെങ്കിൽ നമ്മളെ അറിയിക്കുകയും ഇമെയിൽ വഴി, മൊബൈൽ SMS വഴി അറിയിക്കും. ഇല്ലെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഏപ്രിൽ 20 വരെ സൈറ്റുമായിട്ടൊന്ന് ടച്ച് ചെയ്ത് നിൽക്കണം. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മളെ അറിയിക്കുകയും നമുക്ക് മാറ്റാനായിട്ട് അവസരം നൽകുകയും ചെയ്യും. അങ്ങനെ മുഴുവൻ കുട്ടികൾ, ഒരു കുട്ടികളുടെ പോലും ആ പരീക്ഷ എഴുതാതിരിക്കുകയല്ല. അപ്ലൈ ചെയ്ത മുഴുവൻ കുട്ടികളെയും പരീക്ഷ എഴുതിക്കും. അവരുടെ എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഒരു ഏപ്രിൽ 20 വരും. അതായത് 2 ചോയ്സാണ് ഓരോരുത്തർക്കും കൊടുക്കാനുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ തന്നെ എല്ലാവർക്കും കിട്ടും. വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ഒന്നാമത് തന്നെ വെച്ചിരിക്കുന്ന എക്സാം സെൻറ്റർ അനുവദിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം 25-ാം തീയതിയോട് കൂടിയാണ് അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ വരുന്നത്. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് സാർ പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്, എത്ര പേജ് ഉണ്ട്, ഇതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈ കരുതേണ്ട എന്തെല്ലാമായിരിക്കണം?
നമുക്കറിയാം നീറ്റിന് അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളുടെയും അഡ്മിറ്റ് കാർഡുകൾ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അത് ഏതാണ്ട് 25-ാം തീയതി അനൗൺസ്മെൻറ്റ് വരും, മെസ്സേജായിട്ട് വരും, അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന്. അത് ഇമെയിൽ വരികയോ SMS ആയിട്ട് വരികയോ ഒന്നും അല്ല. അഡ്മിറ്റ് കാർഡ് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓരോ കുട്ടികളുടെയും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചിട്ട് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാം. അത് കളറായിരിക്കണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു നിർബന്ധവുമില്ല. കളറ് വേണേ ആകാം, ബ്ലാക്ക് ആൻഡ് വൈറ്റിലും എടുക്കാം, യാതൊരു കുഴപ്പവുമില്ല. അത് ടോൾ ആയിരിക്കണം, അതായത് ഒരു A4 നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വൈഡ് ആയിട്ടായിരിക്കില്ല, ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കരുത്. കുട്ടിയുടെ ഡീറ്റെയിൽസ്, കുട്ടിയുടെ പേര്, ആപ്ലിക്കേഷൻ നമ്പർ, ഫോട്ടോ ഒക്കെ ഉൾപ്പെടെ മോൾ ഭാഗം തൊട്ട് താഴെ നമ്മൾ ഫോട്ടോ ഒട്ടിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, സിഗ്നേച്ചർ ഇടേണ്ട ഒരു സ്ഥലമുണ്ട്. അതുവരെ ഒരു ഒറ്റ പേജിലായിരിക്കണം. വൈഡ് ആയിട്ടാണെങ്കിൽ, ഹൊറിസോണ്ടൽ ആയിട്ടാണെങ്കിൽ ഇതിൻ്റെ പകുതി ഭാഗം മുറിഞ്ഞ് അടുത്ത പേജിലായിരിക്കും. അങ്ങനെ അടുത്ത പേജിലായിരിക്കരുത്. അതുപോലെ തന്നെ ഒരു പേജിൻ്റെ 2 സൈഡിലായിട്ട് എടുക്കരുത്, എല്ലാം സിംഗിൾ പേജിലായിട്ടായിരിക്കണം. അങ്ങനെ സിംഗിൾ പേജിലായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റോ അല്ലെ കളർ പ്രിൻ്റ് ഔട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൂടുതൽ നല്ലത്, കാരണം കൂടുതൽ അതിന് വായിക്കാൻ റീഡബിലിറ്റി കിട്ടും. അങ്ങനെ ഒരു 5 പേജോളം ആയിരിക്കും, അതായത് 3, 4, 5 പേജ് ആയിരിക്കും ഒരു PDF ആയിരിക്കും അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ 1ാമത്തെയും 2ാമത്തെയും പേജാണ് അഡ്മിറ്റ് കാർഡ് എന്നുള്ള നിലയിൽ നമ്മൾ എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടത്. ബാക്കിയുള്ള 3, 4, 5 എന്ന് പറയുന്ന പേജുകളെല്ലാം ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. കുട്ടികൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടത്, പേരൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരെ, ആധാർ വെച്ച് ബയോമെട്രിക് ഒന്നും ഇല്ലാത്തവർക്ക് കൊണ്ടുപോകേണ്ട ഒരു ഡിക്ലറേഷൻ ഫോം ആയിരിക്കും 5ാമത്തെ പേജിൽ ഉണ്ടാവുക. അതിൽ 1ാമത്തെയും 2ാമത്തെയും പേജാണ് അഡ്മിറ്റ് കാർഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എത്ര കോപ്പി എടുത്തു വെക്കണം, പരീക്ഷയ്ക്ക് എത്ര കോപ്പി കൊണ്ടുപോകണം, ഒരു കോപ്പി കൊണ്ടുപോയാൽ മതി. 1ാമത്തെ പേജിന് 2ാമത്തെ പേജിൻ്റെ ഒരു ഒറിജിനൽ, അതിൻ്റെ പല പ്രിൻ്റ് ഔട്ടുകൾ എടുത്തു വെക്കാം. എന്തുകൊണ്ടാണ് ഈ അഡ്മിറ്റ് കാർഡ് നമ്മൾ എക്സാം സെൻറ്ററിൽ കൊടുത്തിട്ടാണ് പോലും തിരിച്ച് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഒന്നിലധികം കോപ്പികൾ സാധാരണ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. പക്ഷേ എക്സാം ഹാളിൽ ഒരൊറ്റ പേജ്, അതായത് 1ാമത്തെ പേജും 2ാമത്തെ പേജും 2 പേജ് സെപ്പറേറ്റ് കൊണ്ടുപോയാൽ മതിയാകും. ഒരു പേജിൻ്റെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും എടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് നോളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, നമ്മളുടെ കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് പ്രിൻ്റഡ് ആണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അതിനകത്ത് പ്രിൻ്റഡ് ആണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത സിഗ്നേച്ചർ അതിനകത്ത് പ്രിൻ്റഡ് ആണ്. പിന്നെ ഉള്ളതാണ് എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ആദ്യം എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് വന്നപ്പം നമ്മുടെ ജില്ല മാത്രമേ ഉള്ളൂ, അതായത് കോട്ടയെന്നോ തിരുവനന്തപുരമെന്നോ ബാംഗ്ലൂരിന്നോ ദുബായിന്നോ മാത്രമേ ഉള്ളൂ. ഏത് സ്ഥലത്ത് വെച്ചാണ് പരീക്ഷ എന്നുള്ളത് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റിനകത്തില്ല. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ് ഉണ്ട്, കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ഉണ്ട്, ഏത് സ്കൂളിൽ വെച്ചാണ് പരീക്ഷ എന്നുള്ളതുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഓരോ കുട്ടിക്കും ഓരോ റിപ്പോർട്ടിംഗ് ടൈമാണ്. നമുക്കറിയാം 1:15 നമ്മൾ എക്സാം സെൻറ്ററിൻ്റെ ആ ക്ലാസ്സിൻ്റെ ആ റൂമിൽ ചെന്ന് ആ ബെഞ്ചിൽ ഇരിക്കേണ്ട സമയം. 1:30 നമ്മുടെ ഗേറ്റ് ക്ലോസ് ചെയ്യും, പിന്നെ ഒരാളെയും പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ ഓരോ കുട്ടികൾക്കും റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടെങ്കിൽ പോലും ഓർക്കുക, എല്ലാവർക്കും 1:30 വരെ എക്സാം ഹാളിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. അപ്പം നമുക്കറിയാം ഒരു ഏപ്രിൽ 25-ാം തീയതിയോടുകൂടി അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ തന്നെ എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള കൃത്യമായ അഡ്രസ്സ് ഉണ്ട്. അപ്പം നേരത്തെ തന്നെ ദയവായിട്ട് എല്ലാവരും തന്നെ മെയ് 5-ാം തീയതി ആ പരീക്ഷാ ദിവസം നമ്മൾ സെൻറ്റർ അന്വേഷിക്കാതെ, അല്ല അങ്ങോട്ടുള്ള വഴി അന്വേഷിക്കാതെ എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ളൊരു ഐഡിയ, ഇതെവിടെയാണ്, ഏത് സ്കൂളാണ്, കാരണം ഒരു സ്കൂളിന് തന്നെ ചിലപ്പോൾ പല അഡ്രസ്സുകളുണ്ടാവാം. അപ്പം ഏത് സ്കൂളാണ്, അങ്ങോട്ടുള്ള വഴി എത്രയാണ്, എത്ര ദൂരം എടുക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം മനസ്സിലുണ്ടാക്കി വെക്കണം. ഈ നീറ്റ് ഇത്രയധികം കുട്ടികൾ എഴുതുന്നത് കൊണ്ടും വളരെ മൈന്യൂട്ടായിട്ടുള്ള മാർക്കുകൾ പോലും വളരെ പ്രധാനപ്പെട്ടതാകുമ്പോഴും വളരെ റാങ്കിന് വ്യത്യാസം വരുമ്പോഴും ഒക്കെ നമ്മളുടെ ഓവർ ആങ്സൈറ്റിയിൽ നമ്മളിതെല്ലാം നമ്മളൊരു ഘടകമാക്കി എടുക്കാറുണ്ട്. നമ്മുടെ വഴിയിൽ ഇപ്പം വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുമ്പോൾ പോലും അതൊക്കെ നമ്മളുടെ ഈ ഒരു റാങ്കിങ്ങിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആ എക്സാം സെൻറ്ററിനെ കുറിച്ച് കൃത്യമായൊരു ഐഡിയ ഉണ്ടാകണം. 1:30 വരെ പ്രവേശിക്കാനുള്ള സമയമുള്ളൂ. അതുവരെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. നമുക്ക് ഏത് സമയമാണ് റിപ്പോർട്ടിംഗ് തന്നിരിക്കുന്നതെങ്കിൽ പോലും 1:30 വരെ അകത്ത് കയറാനുള്ള അവസരമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. അപ്പം നമ്മളിപ്പോൾ അഡ്മിറ്റ് കാർഡ് 2 പേജാണെന്ന് പറഞ്ഞു. ആ പേജിനകത്ത് ഫോട്ടോയും സിഗ്നേച്ചറും ഓൾറെഡി പ്രിൻ്റഡ് ആണെന്ന് പറഞ്ഞു. അതിന് നടുക്ക് ഭാഗത്ത് വരുമ്പോഴേക്കും ഒരു ഡിക്ലറേഷനാണ്, നമ്മളുടെ പേരും അഡ്രസ്സും എഴുതാനുള്ള ഒരു ഡിക്ലറേഷൻ ഫോം. അത് അതിനകത്ത് തന്നെ എഴുതിയാൽ മതി, വെറുതെ പേനായിക്ക് നമ്മൾ കാൻഡിഡേറ്റ് എഴുതിയാൽ മാത്രം മതി. അതിൻ്റെ താഴെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്ഥലം, അതിന് ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് ചെറിയ ഫോട്ടോ, ആ മുഴുവൻ ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്ഥലമൊന്നും ആ ബോക്സിൽ ഉണ്ടാവില്ല. അതിന് കുഴപ്പമൊന്നുമില്ല, ആ ഭാഗത്തൊരു ഫോട്ടോ ഒട്ടിച്ചാൽ മതി. അതിൻ്റെ ബാക്കിയുള്ള ലെറ്ററൊക്കെ മറിഞ്ഞു നോക്കട്ടെ, അതിന് കുഴപ്പമൊന്നുമുള്ളതല്ല.
അപ്പം ആ ഫോട്ടോ ഒട്ടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ ബോക്സിനകത്തൊരു ഫോട്ടോ ഒട്ടിക്കുക. ആ ബോക്സിനകത്ത് നിൽക്കണം നിർബന്ധമൊന്നുമില്ല, ബോക്സ് കഴിഞ്ഞു പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ കാൻഡിഡേറ്റിൻ്റെ തമ്പ് ഇംപ്രഷൻ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അതിനകത്ത് ഇടുക. അത് നീലമഷിക്കോ ചുമരമഷിക്കോ സീൽപാഡ് ഉപയോഗിച്ച് ഇട്ടുകൊണ്ട് പോവുക. ഇത് രണ്ടുമാണ് നമ്മൾ അഡ്മിറ്റ് കാർഡിൽ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടുകൊണ്ട് പോകേണ്ടതുള്ളത്. 2022 വരെ പേരൻറ്റിൻ്റെ അല്ല ഗാർഡിയൻ്റെ സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. എന്നാൽ 2023 അത് ഒഴിവാക്കി. പേരൻറ്റിൻ്റെയോ ഗാർഡിയൻ്റെയോ ഒന്നും സിഗ്നേച്ചർ അഡ്മിറ്റ് കാർഡിൽ വേണ്ട. കുട്ടിയുടെ ഫോട്ടോയും തമ്പ് ഇംപ്രഷനും നമ്മൾ വെക്കുന്നു. പിന്നെ മൂന്നാമത്തെ കോളം കുട്ടിയുടെ ഒപ്പിടാനായിട്ടാണ്. അത് എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഒപ്പിടുന്നത്. അതുകൊണ്ട് ആ ഒപ്പിടാനുള്ളത് കാൻഡിഡേറ്റ് ഒപ്പിടണ്ട. അപ്പം അവിടെ നമുക്ക് നീലമഷി വേണോ കറുത്ത മഷി വേണോ എന്നൊന്നുമില്ല, അത് ഏതെങ്കിലും ആയിക്കോട്ടെ. അത് അവിടെ ചെല്ലുമ്പോൾ നമുക്കത് അവിടുന്ന് തന്നെ പേന ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് ജെയ്മെയിന് പേന നമ്മൾ കൊണ്ടുപോകണമായിരുന്നു. പക്ഷേ നീറ്റിന് എക്സാം സെൻറ്ററിലാണ് നമുക്ക് പേന തരുന്നത്. നമ്മൾ പേന കൊണ്ടുപോകേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ ഒട്ടിച്ചു, തമ്പ് ഇംപ്രഷൻ എടുത്തു. രണ്ടാമത്തെ പേജ് വലിയൊരു കോളം കാണാം, 4 ഇഞ്ച് വീതിയും 6 ഇഞ്ച് ഹൈറ്റുമുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള ഫോട്ടോ. അതിനകത്ത് നമ്മളൊരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും ഒട്ടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാകും, അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോ തന്നെ വേണോ, പേരും ഡേറ്റും ഉള്ളത് വേണോ, അങ്ങ് കണ്ണാടി വെച്ചിട്ട് വേണോ എന്നൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ ഏത് ഫോട്ടോ ആണോ അപ്ലോഡ് ചെയ്തത് അത് തന്നെ ഒട്ടിക്കുക. അതിനകത്ത് പേരുണ്ടായിരുന്നെങ്കിൽ ഇതിനകത്തും പേരുണ്ട്. അപ്ലോഡ് ചെയ്തതിനകത്ത് പേരില്ലായിരുന്നെങ്കിൽ ഇതിനകത്തും പേര് വേണ്ട. അപ്ലോഡ് ചെയ്തത് എന്ത് ഇമേജാണോ അതിവിടെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒട്ടിക്കുകയും ചെയ്യാം. അങ്ങനെ 2 പേജായി. അഡ്മിറ്റ് കാർഡിന് 1 പേജ്, രണ്ടാമത്തെ പേജും 2 പേജും റെഡിയായി. ഇനി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യണം. ഒരു പാസ്പോർട്ട് സൈസ് ഒട്ടിച്ചു, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചു. ഇനി അഡീഷണൽ ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ വേണം. എക്സാം സെൻറ്ററിലെ അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ നമ്മുടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഉണ്ടാവണം. പിന്നെ വേണ്ടത് വാലിഡ് ID പ്രൂഫ്. കാൻഡിഡേറ്റിനെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ അവിടെ പ്രസക്തമാകുന്നുള്ളൂ. കാൻഡിഡേറ്റിൻ്റെ ഇപ്പോൾ പുതിയ ഫോട്ടോ ആണെങ്കിൽ പുതിയ ഫോട്ടോ ഒക്കെയുള്ള കാൻഡിഡേറ്റിൻ്റെ പേര് കറക്റ്റായിട്ടുള്ള, അവിടെ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണമെന്നോ അച്ഛൻ്റെ പേര് കറക്റ്റ് ആയിരിക്കണമെന്നോ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കണമെന്നോ ഒന്നുമില്ല. കുട്ടിയുടെ കാൻഡിഡേറ്റിൻ്റെ പേരുള്ള കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു ഫോട്ടോ ഉള്ള ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെ പാസ്പോർട്ട് അല്ലെ +2 ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാനെടുത്ത എൻറോൾമെൻറ്റ് ഫോം, ഇതിലേതെങ്കിലും ഒന്ന്. അല്ലാതെ സ്കൂൾ ID കാർഡ് സമ്മതിക്കാറില്ല സാധാരണ. അതുപോലെ പാസ്ബുക്ക്, ബാങ്കിൻ്റെ ഒന്നും പാസ്ബുക്ക് സാധാരണ സമ്മതിക്കാറില്ല. അങ്ങനെ അല്ലാത്ത ഗവൺമെൻറ്റിൻ്റെ ഒരു ID, +2 ഹോൾ ടിക്കറ്റ് പറ്റും. അങ്ങനെയുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. ഇത്രയുമായിട്ടാണ് നമ്മൾ എക്സാം സെൻറ്ററിലോട്ട് പോകേണ്ടത്. പിന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒരു ബോട്ടിലിൽ എടുക്കാം. അതുപോലെ തന്നെ ഇനി മാസ്കോ അങ്ങനെ എന്തെങ്കിലും വേണേൽ എടുക്കാം. കർച്ചീഫ്, ഹാൻഡ് കർച്ചീഫ് ഒന്നും അനുവദിക്കാറില്ല. പിന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ 1:30 ശേഷം നമുക്ക് 5:20 വരെ എക്സാം. അപ്പോൾ ആ സമയം വരെ നമ്മൾ ഇരിക്കേണ്ടതായതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ, കാൻഡിഡേറ്റ് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ആവശ്യത്തിനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ആഹാര സാധനങ്ങളോ ചെറിയ ലഘുപദാർത്ഥങ്ങളൊക്കെ നമുക്ക് കയ്യിലെടുക്കാം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായാൽ മതിയാകും. അപ്പം ഇത്രയുമാണ് നമുക്ക് അഡ്മിറ്റ് കാർഡും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ 1:30 നമ്മൾ അഡ്മിറ്റ് കാർഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ബയോമെട്രിക് വെരിഫൈ ചെയ്യും. അപ്പോൾ ബയോമെട്രിക് എടുക്കുമ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ബയോമെട്രിക് കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ വിരലുകൾക്ക് എന്തെങ്കിലും ഇപ്പം ഈ അലർജിയൊക്കെ ഉള്ളവർക്കാണ് ചിലപ്പോൾ സ്കിൻ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ ബയോമെട്രിക് വെരിഫൈ ആകില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു മെയ് ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ ഏപ്രിൽ അവസാനത്തെ ആഴ്ച അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഡോക്ടറെ കാണുകയോ അതുമായിട്ടുള്ള മരുന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ബയോമെട്രിക് കിട്ടാത്തവരാണെങ്കിൽ അതൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ അവിടെ ആദ്യം ചെല്ലുമ്പോൾ ബയോമെട്രിക് വെരിഫൈ ചെയ്യും, നമ്മളുടെ ഫോട്ടോ എടുക്കും, നമ്മളുടെ ഐറിസ് സ്കാൻ ചെയ്യും. അതൊക്കെ ചെറിയായിട്ടൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ID കാർഡ് നോക്കിയിട്ട് ഇദ്ദേഹം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തും. നമ്മുടെ ഹാളിൽ 1:15 നമ്മൾ എക്സാം ഹാളിൽ ചെന്ന് നമ്മുടെ ഓരോ റൂമുകളിലും നമ്മുടെ റോൾ നമ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 12 പേരൊക്കെ ആയിരിക്കും, അല്ല 24 പേര്, ഒരു ബെഞ്ച് 2 പേര് വെച്ച് 24 പേരൊക്കെ ആയിരിക്കും ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അസൈൻ ചെയ്തിരിക്കുന്ന ആ സീറ്റിൽ നമ്മൾ പോയി ഇരിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ ആരെയും അകത്തേക്ക് കടത്തിവിടുകയില്ല. 1:45 വരെ നമുക്ക് പരീക്ഷ എഴുതേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് അവർ പറഞ്ഞു തരും. നമുക്ക് ഇപ്പോൾ ബ്രില്യൻസ് കുട്ടികളെ സംബന്ധിച്ചോളം അവർ നിരന്തരം ഈ ഒരു ഇൻസ്ട്രക്ഷൻ എല്ലാം അറിയാവുന്നതായതുകൊണ്ട് എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. 1:45 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമുക്ക് തരുന്നത്. ആ 1:45 എല്ലാവർക്കും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും പേനയും നൽകും. അപ്പോൾ 1:45 തന്നെ പേന അതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയേക്കണം. ഇത് 1:45 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തരാനുള്ള സമയമാണെന്നും അതിനോടൊപ്പം പേന നൽകണമെന്നും നമ്മളൊന്ന് ഉറപ്പാക്കിയേക്കണം. അതുപോലെ
ക്ലോക്ക് എക്സാം ഹാളിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം പരീക്ഷയ്ക്ക് നമുക്ക് വാച്ച് കൊണ്ടുപോകാനായിട്ടാവില്ല. അതുകൊണ്ട് എക്സാം ഹാളിൽ ക്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയേക്കണം. 1:45 ക്വസ്റ്റ്യൻ ബുക്കിലിട്ട് കിട്ടിയാൽ ആ പേനയും കിട്ടിക്കഴിഞ്ഞാൽ 1:50 ആകുമ്പോൾ അടുത്ത ബെല്ലടിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ബുക്കിലിട്ട് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ തന്നെ നമ്മളുടെ പേര്, നമ്മുടെ റോൾ നമ്പർ ഡിജിറ്റായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റിലും വേർഡ്സിലും എഴുതണം. അതാ വേർഡ്സ് ലാക്കെന്നോ ക്രോറെന്നോ ഒന്നും എഴുതേണ്ട, ചുമ്മാ 4 2 3 5 അങ്ങനെ എഴുതി വെച്ചാൽ മതിയാവും. സൈൻ ചെയ്യാനുണ്ട്, അത്രയും ചെയ്തു വെക്കുക. 1:55 ആകുമ്പോഴത്തേക്ക് OMR ഷീറ്റ് നമുക്ക് വെളിയിലെടുക്കാം. OMR ഷീറ്റിൽ നമുക്ക് കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഇപ്പോൾ എടുത്ത സമയം, അതെല്ലാം ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് വെക്കാം. 2 മണിക്ക് നമുക്ക് എക്സാം ആരംഭിക്കും. അപ്പോൾ ഈ സമയത്തിനെക്കുറിച്ച് നമ്മൾ ജാഗരൂകമായിരിക്കണം, നമ്മൾക്കറിയാമായിരിക്കണം. 1:45 പേനയും ക്വസ്റ്റ്യൻ ബുക്കിലിട്ടും തരേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് എന്ന് ചോദിച്ച് നമ്മൾ വളരെ സൗമനസ്യത്തോടെ, വളരെ റെസ്പെക്റ്റായിട്ട് ചോദിച്ച് മേടിക്കാൻ നമുക്ക് പറ്റണം. 1:50 ഇത് ഓപ്പൺ ചെയ്യാൻ ഉള്ള അനൗൺസ്മെൻ്റ് ആണ്, അത് ആ സമയത്ത് ഓപ്പൺ ചെയ്തോട്ടെ എന്ന് ചോദിക്കണം. 1:55 OMR എടുത്തത് എഴുതാനുള്ളൊരു സമയം കാണിക്കണം. അതിനൊന്നും ഒരു താമസം വരാൻ പാടില്ല. കാരണം അവിടെ നിൽക്കുന്ന ആൾക്ക് ഇതൊരു നീറ്റാണെന്നോ ഇതിങ്ങനെയൊക്കെയാണെന്നുള്ളത് ശരിക്കും ട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കണം നിർബന്ധമില്ല. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കണം. ഇതിനൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മോഡൽ എക്സാമുകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇനി വരുന്ന എല്ലാ മോഡൽ എക്സാമുകളും ഈ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. ഇതെല്ലാം നമ്മൾ റുട്ടീനായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ ആയിരിക്കണം 2 മണി മുതൽ 5:20 വരെയുള്ള എക്സാമിനെ നമ്മൾ കാണാനായിട്ട്. അതിനുശേഷം എക്സാം ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ സാധാരണ ധാരാളം വീഡിയോകളുണ്ട്. നമ്മൾ വരുന്ന എപ്പിസോഡുകളൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. സർ, അതുപോലെ തന്നെ ഈ ഡ്രസ് കോഡുകളെ കുറിച്ചൊക്കെ പലയിടങ്ങളിൽ നിന്ന് പല വിമർശനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ഡ്രസ്സിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മൾ പല തുണിക്കടകളിലും ചെല്ലുമ്പോൾ, ആ സമയത്തൊക്കെ ചെല്ലുമ്പോൾ നീറ്റ് 2024 അല്ലെ നീറ്റിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് തന്നെ പലപ്പോഴും ബോർഡ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ധരിക്കുന്ന ഒരു ഡ്രസ്സ് അത് മാത്രം മതി. അല്ല നീറ്റിന് വേണ്ടിയിട്ട് മാത്രം ഇന്ന രീതിയിലുള്ള ഡ്രസ്സൊന്നുമില്ല. അത് ആ കോവിഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തൊക്കെ ഡ്രസ് കോഡിന് ഇന്ന രീതി വേണമെന്നുള്ള കൃത്യമായ നിബന്ധനകളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ നോർമലായിട്ട് ധരിക്കുന്ന ഏത് വസ്ത്രം ധരിച്ച് നമുക്ക് പോകാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. നമുക്ക് ഇത് ഫുൾ സ്ലീവ് ആയിരിക്കരുത്. നമ്മളുടെ കൈ ഇപ്പോൾ ഷർട്ടാണെങ്കിലും ചുരിദാറാണെങ്കിലും നമ്മളുടെ ഏത് ഡ്രസ് മെറ്റീരിയലാണെങ്കിലും ഫുൾ സ്ലീവ് ആയിരിക്കരുത്. ഹാഫ് സ്ലീവ് ആയത് നമ്മൾ ധരിക്കാവുള്ളൂ. മെറ്റലുകൾ, വലിയ ബട്ടണുകൾ, സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് ബട്ടണൊന്നും ഒരു കുഴപ്പമില്ല. ചുരിദാറിലൊക്കെ വലിയ മെറ്റലിൻ്റെ വലിയ ബട്ടൺസ് കാണും. അങ്ങനെയുള്ളത് ഒഴിവാക്കുക. പിന്നെ പ്രിൻ്റഡ് ആയിട്ട് നമുക്കറിയാമല്ലോ, നമ്മളുടെ പ്രിൻ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൂവ് അല്ലെങ്കിൽ കളറൊന്നും പ്രിൻ്റ് ചെയ്തിരിക്കുന്നതല്ല, ലെറ്ററുകൾ, വേർഡ്സൊക്കെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ടീഷർട്ടുകളും ഉടുപ്പുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കണം. ഒരു കാരണവശാലും വാക്കുകളോ വേർഡുകളോ, അപ്പം നമ്മുടെ തുണിക്കടയുടെ പേരോ അല്ലെങ്കിൽ നമ്മൾ തയ്യക്കടയുടെ അതൊന്നും ഒരു കുഴപ്പമില്ല. വലിയ അക്ഷരത്തിൽ നമ്മളിപ്പം ബനിയനിലൊക്കെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനത്തെ ഉള്ളതൊന്നും ദയവായിട്ട് ഉപയോഗിക്കരുത്. വളരെ കട്ട് കളറായിട്ടുള്ള കഴിവ് അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ മെറ്റലുകൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. വാച്ച് ഒരു കാരണവശാലും പറ്റുകയില്ല. ആഭരണങ്ങൾ, മാല, വള, മോതിരം, കമ്മൽ അങ്ങനെയുള്ളതൊന്നും യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല. എന്നാൽ പല്ലിന് കമ്പി ഇട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ എന്ത് പറ്റിയിട്ട് നമ്മുടെ കൈക്കകത്തോ കാലിനകത്തൊക്കെ കമ്പി ഇട്ടിരിക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. പിന്നെ നമുക്കറിയാം ഇപ്പം വിശ്വാസങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാരടുകളോ തകിടുകളോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ കഴിവെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവർ മെറ്റൽ ഡിറ്റക്ട് ചെയ്ത് യഥാർത്ഥത്തിലൊരു ഫ്രിസ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ ഉണ്ട്. സ്കാൻ ചെയ്ത് മെറ്റൽ ഡിറ്റക്ടറിലൂടെയാണ് നമ്മൾ അകത്ത് കയറുന്നത്. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആ എക്സാമിനെ നമുക്ക് കൂടുതൽ ബാധിക്കും. ആ സമയത്ത് നമുക്കത് അഴിച്ചു മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കയ്യിലൊരു ചരട് കെട്ടിയിട്ടുണ്ട്, ആ സമയത്ത് നമുക്കത് അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുട്ടി ഒന്ന് ടെൻസ്ഡ് ആവും. അത് വേണോ വേണ്ടയോ എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ വേണ്ട എന്നുള്ളത് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിവെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ കണ്ണാടി, നമുക്ക് ഫോട്ടോയ്ക്കകത്ത് കണ്ണാടി ഉണ്ടോ കണ്ണാടി ഇല്ലെന്നുള്ളതിന് പ്രസക്തിയില്ല. കണ്ണാടി വെച്ച് പരീക്ഷ എഴുതാം, കണ്ണാടി അനുവദിക്കും. അതുമായിട്ട് നമുക്ക് പരീക്ഷ എഴുതാം. അപ്പം നീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ടൊരു ഡ്രസ്സ് മേടിക്കുകയോ അതിന് വേണ്ടിയിട്ടായിട്ടുള്ളൊരു ഡ്രസ്സൊന്നുമില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് തോന്നും സിബ് അല്ലെങ്കിൽ ഹുക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെറ്റലല്ലേ. അതിന് യഥാർത്ഥത്തിൽ ഇതിനൊന്നും നിർബന്ധം പിടിക്കുന്നില്ല. സിബോ ചെറിയ ഹുക്കോ എന്നുള്ളതിനും കുഴപ്പമില്ല. പക്ഷേ അത് നടത്തുന്ന ഏജൻസിക്കാർ ഒരു പക്ഷേ അവരതിനകത്ത് ആ എത്രത്തോളം മെറ്റൽ ഡിറ്റക്ടറിൽ എത്രത്തോളം ഡിറ്റക്ട് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് അവർ ചിലപ്പോൾ നോക്കും. അതുകൊണ്ട് കഴിവതും നമ്മളുടെ ശരീരത്തിലെ ഡ്രസ്സുകൾ, അത് ഇന്നർ ഡ്രസ്സ് ആണെങ്കിലും മെറ്റലുള്ള ഹുക്കുകൾ, ബട്ടൺസുകൾ അങ്ങനെയുള്ളതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ്?
നമുക്കാണ് ഈ എക്സാം പ്രാധാന്യം. ഇത് NTA-ക്ക് ഇത് പരീക്ഷ നടത്തുക എന്നുള്ളത്, അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഏജൻസിക്കാർക്ക് ഇത് നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ്. ആകെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ആ OMR ഷീറ്റിൽ 150 ബബിളിന് മാത്രമാണ് നീറ്റ് 2024 നമ്മുടെ സാധ്യതകൾ. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിന് എഴുതാൻ പറ്റുമെന്നുള്ളതിനല്ലേ പ്രാധാന്യം. അപ്പം മറ്റൊന്നും അതിന് തടസ്സമാകരുത്. അതുകൊണ്ടാണ് നമ്മൾ എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ് നോക്കണം, അങ്ങോട്ടുള്ള വഴി ഏതാണെന്ന് നോക്കണം. ഒരു തടസ്സം നേരിട്ടാലോ ഒരു ബ്ലോക്ക് ഉണ്ടായാലോ അല്ലെങ്കിൽ ഈവൻ ഒരു ആളുമായിട്ട് വഴക്കിടേണ്ട സാഹചര്യം വന്നാലോ അത് ഒഴിവാക്കണം എന്ന് നമ്മൾ പറയുന്നത്. എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് അനുസരിച്ചേക്കുക, അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ അനുസരിച്ചേക്കുക. നമുക്ക് നമ്മുടെ OMR-ൽ കൃത്യമായിട്ട് 150 ബബിൾ മാർക്ക് ചെയ്യാനുള്ള സാഹചര്യം നമ്മളാണ് സൃഷ്ടിച്ചെടുക്കേണ്ടത്. അവരൊരിക്കലും അത് ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇനിയുള്ള 40 ദിവസങ്ങളിൽ ഈ ഒരു റുട്ടീനിലൂടെ ആയിരിക്കണം നമുക്ക് കടന്നു പോകേണ്ടത്. നമ്മൾ പരീക്ഷ എഴുതേണ്ടത് ആ ടൈപ്പ് ഡ്രസ്സ് ഇട്ടായിരിക്കണം. ഇപ്പം നന്നായിട്ട് കൈ വിയർക്കുന്ന ഒരാളാണെങ്കിൽ ടൗൽ ഉപയോഗിക്കരുത്. ഉപയോഗിക്കാതെ തന്നെ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യണം. കണ്ണാടി വെച്ചിട്ടാണെങ്കിൽ കണ്ണാടി വെച്ച് തന്നെ പരീക്ഷ എഴുതണം. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എക്സാം ഹാളിൽ ചെന്ന് നമ്മൾ ഏറ്റവും റിലീഫ് ചെയ്ത ആ എക്സാമിനെ നോക്കി കാണണം. ഇങ്ങനെയുള്ള കാര്യങ്ങളും നീറ്റിന് പ്രധാനം തന്നെയാണ്. ഡ്രസ് കോഡിന് ഒരു പരിധിക്ക് അപ്പുറത്ത് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും ശരീരത്തിൽ ഉണ്ടാകരുതെന്നല്ലാതെ ഡ്രസ്സിന്, അതുപോലെ ഫുൾ സ്ലീവ് ആയിരിക്കരുതെന്നല്ലാതെ ഷൂ ഉപയോഗിക്കരുത്, ഫുൾ കാല് കവർ ചെയ്യുന്ന ഷൂ ഉപയോഗിക്കരുത്, സാധാരണ ചപ്പൽസ് ഉപയോഗിക്കാവുള്ളൂ. ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ അല്ലാതെ ഡ്രസ് കോഡിന് ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഡ്രസ് കോഡൊന്നും ഇല്ല. സാധാരണ ധരിക്കുന്ന ജീൻസ്, ധാരണ ധരിക്കുന്ന ഷർട്ട്, ടീഷർട്ട്, ചുരിദാറ്, ലെഗിൻസൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ലൂസായിട്ട് കിടക്കുന്ന പൈജാമ, കുർത്ത പോലെയുള്ളതൊന്നും ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഏത് നോർമലായിട്ട് ധരിക്കുന്നതും ധരിച്ച് നീറ്റ് 2024 എക്സാം എഴുതാൻ സാധിക്കും. സർ, അതുപോലെ തന്നെ നീറ്റിനും അപ്പുറം എന്തൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ ഒരു സമയത്ത് നമുക്ക് സമർപ്പിക്കാം? തീർച്ചയായിട്ടും. നമുക്കറിയാം ഏറ്റവും അധികം സീറ്റുകളുള്ള CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്രയധികം പ്രാക്ടീസ് ചെയ്തിരിക്കുന്നവർക്ക് അതേ സബ്ജക്റ്റുകളിൽ തന്നെ പരീക്ഷ എഴുതി ആ സബ്ജക്റ്റുകളിൽ ഏറ്റവും നല്ല കോഴ്സുകൾ എടുക്കാം. BSc അഗ്രികൾച്ചർ എടുക്കാം, അല്ലെ ഫിസിക്സിൻ്റെയോ കെമിസ്ട്രിയോ ബയോളജിയുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടും. ഇനി അതെല്ലാം സ്ട്രീം ചേഞ്ച് ചെയ്യണം. കൊമേഴ്സിലോ എക്കണോമിക്സിലോ ലാംഗ്വേജുകളിലോ ഫോറിൻ ലാംഗ്വേജുകളിലോ ഒക്കെ ചെയ്യണമെങ്കിൽ ഏത് മേഖലയിലോട്ട് മാറാൻ പറ്റിയ അവനവനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് CUET. CUETയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നടക്കുന്നു. ഐസർ 7 ഐസറിലോട്ടും IIC ബാംഗ്ലൂരിലോട്ടും IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി പ്രോഗ്രാമിലോട്ടുമുള്ള ഐസാറ്റ് ജൂൺ 9-നാണ്, ഏപ്രിൽ 1-ന് ആപ്ലിക്കേഷൻ തുടങ്ങും. എയിംസ് BSc നഴ്സിംഗ്, സാർ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് ഡൽഹി അടക്കമുള്ള എയിംസിലെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ജൂൺ 8-ാം പരീക്ഷ. അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കേരള മെഡിക്കൽ, കേരള എഞ്ചിനീയറിംഗ്, കേരള BPharm ആർക്കിടെക്ചർ കീമിൻ്റെ ആപ്ലിക്കേഷൻ മാർച്ച് 20-ഓടുകൂടിയാണ് ഓൺലൈനിൽ വരുന്നത്. എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിന് പാറ്റേൺ മാറുന്നു, ഓൺലൈനിലോട്ട് മാറുന്നു, ക്വസ്റ്റ്യൻ നമ്പറുകളുടെ എണ്ണം കുറയുന്നു. അതൊക്കെ മാർച്ച് 20-ാം തീയതിക്ക് ശേഷമാണ് അപ്ലൈ ചെയ്യാനായിട്ടുണ്ടാവുക. ഇനി ഇതിനപ്പുറത്ത് ബിസിനസ് ആയിട്ടുള്ള IP മാറ്റോ, അല്ലെങ്കിൽ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറൻസിക് സയൻസ്, ഇങ്ങനെ അവനവന് താല്പര്യമുള്ള ബാക്കിയുള്ള എല്ലാ ഓൺലൈൻ ആപ്ലിക്കേഷനും നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളും ചെയ്യണം. മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സ്റ്റേറ്റിൻ്റെയും, തമിഴ്നാടിൻ്റെ TN മെഡിക്കലിൻ്റെയോ മറ്റൊരു സ്റ്റേറ്റിൻ്റെയും ഓൺലൈൻ ആപ്ലിക്കേഷൻ നടക്കുന്നില്ല. CMC വെല്ലൂരിൻ്റെ മാത്രമേ ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ മറ്റുള്ള ഒരു കോളേജിലായിട്ട് നടക്കുന്നുള്ളൂ. പിന്നെ കർണാടകത്തിൻ്റെ മെഡിക്കലിൽ കുറേയധികം കുട്ടികൾക്ക് ഈ മാനേജ്മെൻറ്റ് സീറ്റിന് കഴിഞ്ഞ മാസം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അവരുടെ ആപ്ലിക്കേഷൻ ഒരിക്കൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. കർണാടക മെഡിക്കലിനും വേണമെങ്കിൽ സെൻറ്റ് ജോൺസിലോ അല്ലെങ്കിൽ ഫാദർ മുള്ളറിലോ അല്ലെ 11 ലക്ഷത്തിൻ്റെ വേറെയുള്ള രാമയ്യ പോലുള്ള കോളേജിലൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. BSc നഴ്സിംഗ് കർണാടകത്തിലെ CET ഏപ്രിൽ 18-19 ഇപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് 2024 നീറ്റ് എൻട്രൻസ് എക്സാം ഹാളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ശിവൻ സാർ അത് പങ്കുവെച്ച് തന്നു തന്നെ നമുക്ക് പറയണം. ഒരു കാര്യം കൂടി എടുത്ത് പറയാം, ശിവൻ സാർ ഇതിൽ പരാമർശിച്ചൊരു കാര്യമുണ്ട്. അതായത് വളരെ നേരത്തെ തന്നെ മാതാപിതാക്കളൊക്കെ എക്സാം സെൻറ്റർ എവിടെയാണ് എന്ന് കരുതി ഇരിക്കണം. അതൊക്കെ വളരെ മുൻവിധിയോടുകൂടി തന്നെ പറയുന്നത് ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒരു ആകുലതയും ഇല്ലാതെ തന്നെ
വളരെ ഫ്രീ ആയി എക്സാം ഹാളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും കരുതിയിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ശിവൻ സാർ പറയും. അപ്പോൾ ഇന്ന് നമ്മുടെ അഡ്മിറ്റ് കാർഡിനെ കുറിച്ച്, എക്സാം സെൻറ്ററിനെ കുറിച്ച്, അതുപോലെ തന്നെ ഡ്രസ് കോഡുകളെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതെല്ലാം കൃത്യമായ മറുപടിയുമായി ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന പ്രോഗ്രാമുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.